പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഇടതുമുന്നണിയുടെ ജയസാധ്യതയെ ബാധിക്കും എന്നാണോ, അതല്ല ഇതിനെയൊക്കെ അതിജീവിക്കുന്ന ഒന്ന ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നതാണ്? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോ ഇടതുമുന്നണിയിൽ നിന്ന് പോയ CPM നിന്ന് പോയ ആൾക്കാർ ആരൊക്കെയാണ്? ഐഷ പോറ്റി 30 വർഷത്തെ പാരമ്പര്യം, അല്ല പറയാം, മുൻ MLA ഐഷ പോറ്റി 30 വർഷത്തെ പാരമ്പര്യമുണ്ട്. എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് പോയി. ജി സുധാകരൻ ഇവിടെ എതിർപ്പ് ഉന്നയിച്ചു. ഒറ്റപ്പാലത്ത് അവിടെ PK ശശി മത്സരിക്കാൻ പോകുന്നു. TK ഗോവിന്ദൻ. ഇതിനകത്ത് TK ഗോവിന്ദനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇടതുമുന്നണിക്ക് മാരകമായ രീതിയിൽ പ്രഹരം ഏൽപ്പിക്കാവുന്ന ഒരു പോക്കും ഉണ്ടായിട്ടില്ല. കാരണം പറയാം, ജി സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് നേരിട്ട് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങളെ കുറിച്ചാണ്. അദ്ദേഹത്തെ എങ്ങനെ പാർട്ടി അവഗണിച്ചു എന്നാണ്. TK ഗോവിന്ദൻ മാത്രമാണ് ഒരു രാഷ്ട്രീയം എന്തുകൊണ്ട് ആശയപരമായ തരത്തിൽ ഞങ്ങൾക്ക് CPM-നെ നേരിടാൻ കഴിയില്ല, അല്ലെങ്കിൽ CPM-നെതിരെ നേതൃത്വത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് പുറത്തുപോയ ഒരേ ഒരാൾ ആരാണ്? TK ഗോവിന്ദനാണ്. ഐഷ പോറ്റിക്ക് ആ പറയുന്ന പാരമ്പര്യം അവകാശപ്പെടാനില്ല. അവർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വഹിച്ചിരുന്ന ആളാണ്. ജി സുധാകരൻ അതുപോലെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. TK ഗോവിന്ദൻ ആ നിലയിലും അവഗണന നേരിട്ടു. അതിന് പുറമെയാണ് മൂന്ന് തവണ MLA ആയ MP സുധാകരൻ ഭാര്യയെ അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നതിന് പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ്. അല്ലല്ല, ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ കേവലം സ്ഥാനം കിട്ടാതെ ഇറങ്ങിപ്പോയ ആൾ മാത്രമാണോ CPM? അല്ല, കേരളത്തിലെ CPM-നെ കെട്ടിപ്പടുത്ത VS-ന് തോളോട് തോൾ അതെങ്ങനെ ബാധിക്കുന്ന ഞാൻ ചോദിക്കുന്നത്. ജി സുധാകരൻ ഒന്ന്. പക്ഷേ അതേ സുധാകരൻ എന്ത് രാഷ്ട്രീയം അവിടെ CPM-ൽ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ പാർട്ടി വിഷയം ഉണ്ടായപ്പോൾ VS-നെതിരെ നിന്നയാളാണ്. അന്ന് പിണറായിക്കൊപ്പം നിന്നയാളാണ് ജി സുധാകരൻ. ആലപ്പുഴ ജില്ലയിലെ CPIM-നെ സംഘടനാപരമായി കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള ആളാണ് ജി സുധാകരൻ. അത് CS സുജാത കഴിഞ്ഞ ദിവസം CS സുജാതയും R നാസറും ജില്ലാ സെക്രട്ടറി R നാസറും അതൊക്കെ ശരിയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു നേതാവല്ല CPM-ന്, തലപ്പൊക്കമുള്ള നേതാവാണ്. ആ നേതാവ് ഇന്ന് ഡൽഹിയിൽ നമ്മൾ പോകേണ്ടത്, ഡൽഹിയിൽ നിന്ന് കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചായിരുന്നു ഇന്ന് തീർച്ചയായും സുധാകരനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണല്ലോ ഡൽഹിയിൽ പ്രധാനമായിട്ടും പുരോഗമിക്കുന്നത്. പല നേതാക്കളും സുധാകരനെ നേരിട്ട് കാണാനേ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കൗതുകകരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുധാകരന് മാധ്യമങ്ങളോട് പലതും പറയാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പലപ്പോഴും മാധ്യമപ്രവർത്തകർ അദ്ദേഹം വലിയ പ്രശ്നമായേനെ. അതുകൊണ്ടായിരിക്കും അപ്പോൾ കൂടെയുള്ളവർ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ഒന്നും പറയാനില്ലാത്തതുപോലെ കൊണ്ടുപോകുകയായിരുന്നു. സുധാകരൻ പറഞ്ഞിരുന്നുവെങ്കിൽ വളരെ സങ്കീർണമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിൽ മാറിയേനെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നിപ്പോൾ ഇതാ രാവിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ സംസാരിച്ച് അദ്ദേഹം അല്പമൊന്ന് അടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി കണ്ടില്ലേ ആളുകളൊക്കെ അനുസ്മരണത്തിന് പോയ ശേഷം പുറത്തിറങ്ങിയപ്പോഴും കെ സുധാകരൻ ഒന്നും പറഞ്ഞില്ല. ആദ്യം പ്രവർത്തകർ ചോദിച്ചിരുന്നു, നിരന്തരം വളഞ്ഞുകൂടി. അതെ, അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവർ അദ്ദേഹത്തെ പറയാൻ അനുവദിക്കാത്തത് കൂടിയാണ്. വളരെ അനുനയത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുകയായിരുന്നു. കാരണം വാ തുറന്നാൽ പ്രശ്നമാകുമെന്നുള്ളത് അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.